കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. 2020 അവസാനം ചില അന്യായ നീക്കങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ് അതിജീവത. നടിയെ ആക്രമിച്ച കേസിലെ വിധി പുറത്തു വന്നതിനു ശേഷം ഒടുവിൽ പ്രതികരണവുമായി അതിജീവത രംഗത്ത്. താൻ ഈ വിധിയിൽ തൃപ്തിയല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. വിചാരണാഘട്ടത്തിൽ തന്നെ തനിക്ക് കോടതിയിലുള്ള വിശ്വാസം നഷ്ടമായി എന്നാണ് അതിജീവത സോഷ്യൽ മീഡിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിക്കുന്നവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. കോടതിയിൽ നേരത്തെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു. കേസിൽ തന്റെ അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും അതിജീവത വ്യക്തമാക്കുന്നു. മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കവേ അനധികൃതമായി അത് പരിശോധന നടത്തിയിരുന്നു. ഇതിൽ സമഗ്ര അന്വേഷണം നടന്നില്ല. കോടതിയുടെ അന്തരീക്ഷം കൂടുതൽ ശത്രുതാപരമായിരുന്നുവെന്നും അതുകൊണ്ടാണ് 2 പ്രോസിക്യൂട്ടർമാർ പിന്മാറിയതെന്നും അവർ കുറിക്കുന്നു. തന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ടെന്നും ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നുവെന്നും അവർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. അതുപോലെ 1-ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തണമെന്നും അതിജീവത ആവശ്യപ്പെട്ടു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആവർത്തിച്ച് നടി മഞ്ജു വാര്യരും രംഗത്തെത്തി. നീതി നടപ്പായില്ലെന്നും കുറ്റം ചെയ്തവർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും മഞ്ജു വാര്യർ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ആസൂത്രണം ചെയ്തവർ പുറത്തുണ്ടെന്ന് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണെന്നും അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ അതിജീവതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ എന്നും മഞ്ജു വാര്യർ കുറിപ്പിൽ പറഞ്ഞു.